സിന്ദൂരരേഖ ഭാഗം 104. ഓ, ഭർത്താവ് വന്നതുകൊണ്ടായിരിക്കും. അവൻ വീണ്ടും കൂട്ടിച്ചേർത്തതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. മനു അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. അവളുടെ ഭംഗി അവൻ കാരണമാണെന്നതുപോലെ. ഞാൻ ഇറങ്ങട്ടെങ്കിൽ. ഉണ്ണി എല്ലാവരോടുമായി പറഞ്ഞ് പോകാനിറങ്ങി. അമ്മാളുവും മനുവും കൂടി അവന് പിന്നാലെയാണ് ഇറങ്ങിയത്. കാറിലിരിക്കുമ്പോൾ അവളുടെ നേർക്ക് ഇടയ്ക്ക് അവൻ്റെ നോട്ടം പോകുന്നുണ്ടായിരുന്നു. അമ്മാളും അത് അറിയുന്നുണ്ടെങ്കിലും അവൾ കാണാത്തതുപോലെ ഇരുന്നു. ഇന്ന് പോണോ? അവളെ നോക്കിയിരുന്ന് ഒടുക്കം അവൻ അവളോട് ചോദിച്ചു പോയി. അത് കേട്ടതും അമ്മാൾ മുഖം ചിരിച്ച് അവനെ ഒന്ന് നോക്കി. എന്താ? അല്ല, ഇന്ന് കോളേജിൽ പോണോന്ന് ചോദിച്ചതാണ്. ഇന്ന് പിന്നെ കോളേജിൽ പോകാതെ എങ്ങനെയാ? അമ്മാളു സ്വാഭാവികം എന്നതുപോലെ തിരികെ ചോദിച്ചു. അങ്ങനെയല്ല, ഇന്ന് കോളേജിൽ ലീവാക്കിയാലോ എന്ന്. അങ്ങനെ ഇപ്പം ലീവാക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ നാളെ ലീവ് എടുക്കണം. അപ്പോൾ പിന്നെ ഇന്ന് കൂടി ലീവ് എടുത്താൽ ശരിയാവില്ല. അമ്മാളു അതിനെ എതിർക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. എങ്കിലും ഒരു നിമിഷം അവൻ പറഞ്ഞപ്പോൾ ലീവ് എടുക്കാമെന്ന് അവൾക്കും ഒരാഗ്രഹം തോന്നി. അവൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കാമല്ലോ. ഈ 2 മാസം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവനടുത്ത് വേണമെന്ന് മാത്രമാണ്. അവൻ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അവന് തൻ്റെ കൂടെ ഇരിക്കാനും കഴിയുന്നില്ല. എങ്കിൽ പോലും കോളേജിൽ എപ്പോഴും അങ്ങനെ ലീവാക്കാൻ പറ്റില്ലല്ലോ. മറ്റുള്ള ജോലി പോലെയല്ല, തനിക്ക് അവരോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ സെമസ്റ്ററിലെ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമാണ്. എല്ലാം കൂടി ചിന്തിച്ചപ്പോൾ ലീവ് എടുത്താൽ ശരിയാവില്ലെന്ന് അവൾക്ക് തോന്നി. അവളുടെ ആ മറുപടിയിൽ മനു ഒന്ന് മൂളി. പിന്നീട് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ കോളേജ് എത്തിയിരുന്നു. എനിക്ക് ഉച്ചവരെയല്ലേ ഉള്ളൂ, കൊണ്ടുപോകാൻ വരുമോ? കോളേജിന് മുന്നിൽ വണ്ടി നിർത്തി അവൾ ഇറങ്ങും മുന്നേ അവനോട് ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടപ്പോൾ വല്ലാതെ ക്യൂട്ടായിട്ടാണ് അവന് തോന്നിയത്. അവൻ സീറ്റ് ബെൽറ്റ് മാറ്റി അവളുടെ അടുത്തേക്ക് ചാഞ്ഞു വന്ന് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. ഞാൻ വരാം. ഞാൻ വന്നിട്ട് പുറത്തിറങ്ങിയാൽ മതി. വിളിക്കാം. അവൻ പറഞ്ഞതും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് തലയാട്ടിക്കൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. അവൾ പോകുന്നത് നോക്കി കുറച്ചു സമയം മനു അങ്ങനെ തന്നെ കാറിലിരുന്നു. എന്തോ അവളെ അങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അവന്. ഇതുവരെ അവളെ കാണാത്തതുപോലെ നോക്കിയിരിക്കാൻ. അവൾ കൺമുന്നിൽ നിന്ന് മറയുന്നത് വരെ അവൻ അങ്ങനെ ഇരുന്നു. കോളേജിലേക്ക് കയറി വീണ്ടും അവനെ നോക്കി കൈവീശി കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ കാറെടുത്ത് പോയത്. അവളെ കോളേജിലേക്ക് കൊണ്ടാക്കി കഴിഞ്ഞ് മനു നേരെ ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. അവിടെ ഇരിക്കുമ്പോഴും അവന് ഒരു സ്വസ്ഥത കിട്ടുന്നില്ലായിരുന്നു. വീണ്ടും അവളെ കാണാൻ തോന്നുന്നു. മനസ്സിനാകെ ഒരു അസ്വസ്ഥത. അവൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങും പോലെ. എങ്ങനെയെങ്കിലും ഒന്ന് ഉച്ചയ്ക്ക് അവളെ കൊണ്ടുവരാനുള്ള സമയമായാൽ മതി എന്ന് തോന്നിപ്പോയി അവന്. ക്യാബിനിൽ ഫോണിൽ ആരോടോ ഇരുന്ന് സംസാരിക്കുവാണ് മനു. കുറച്ച് സമയമായി സംസാരം തുടങ്ങിയിട്ട്. അതിനിടയിൽ ഒരു തവണ അവൻ്റെ ക്യാബിനിലുള്ള ഫോൺ റിങ് ചെയ്തു. പക്ഷേ അത്യാവശ്യമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവനത് അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്ത് കളഞ്ഞു. വീണ്ടും വിളിക്കുന്നത് കണ്ടതും അവൻ റിസീവർ എടുത്ത് മാറ്റിവെച്ചു. സർ, എമർജൻസി. പെട്ടെന്ന് അവനോട് അനുവാദം പോലും ചോദിക്കാതെ ആരോ ഡോർ തള്ളി തുറന്ന പോലെ കയറി വന്നാണത് പറഞ്ഞത്. പക്ഷേ അത്യാവശ്യമായി സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ അങ്ങനെ വന്നത് അവൻ ഇഷ്ടമായില്ല. 1 മിനിറ്റ്. അവൻ ഫോൺ ഹോൾഡ് ചെയ്തു. ഗോ ആൻഡ് സേ ടു ദ റെസ്പെക്ട് ഡോക്ടർ, ഐ എം നോട്ട് ഓൺ ഡ്യൂട്ടി നൗ. സർ, സംസ്കൃതി മാം. കിതപ്പ് കാരണം അവർക്ക് കാര്യം അവനോട് പറയാനും ആവുന്നില്ല. എന്നാൽ ആ പേര് കേട്ടപ്പോൾ തന്നെ അവൻ്റെ നെഞ്ചിൽ അപായമണി മുഴങ്ങി. അമ്മു. അവൻ്റെ ചുണ്ടുകൾ മുഴിഞ്ഞു. പിന്നെ ഒന്നും നോക്കാനോ പറയാനോ നിൽക്കാതെ അവൻ നേരെ അവരെ മാറ്റി അവിടെ നിന്ന് ഓടി ഇറങ്ങിയിരുന്നു. ഓടി കാഷ്വാലിറ്റി എത്തിയപ്പോൾ കാണുന്നത് കാഷ്വാലിറ്റി ഒബ്സർവേഷൻ റൂമിൽ നിന്നും സ്ട്രെച്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്ന അവളെയാണ്. പക്ഷേ അവൾക്കടുത്തേക്ക് എത്താൻ കാലുകൾക്ക് വേഗത പോരാത്തതുപോലെ. അവൻ വരുമ്പോഴേക്കും അവളെ ICUവിനുള്ളിലേക്ക് കയറ്റിയിരുന്നു. ICU ഡോർ തള്ളി തുറന്നെന്ന പോലെ അവൻ അകത്തേക്ക് കയറി. അമ്മു. അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞടുത്ത് വന്നുകൊണ്ട് വിളിച്ചു. പക്ഷേ അവളിൽ നിന്ന് അനക്കമൊന്നുമില്ല. സർ, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു അന്നേരം അവിടെ നിന്നിരുന്നത്. അവനവനോട് കാര്യമായി തന്നെ പറഞ്ഞു. ഡോക്ടർ പ്ലീസ്. എന്താ പറ്റിയത്? അവളെന്താ ഞാൻ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാത്തത്? അവൻ പിച്ചും പേയും പറയും കണക്ക് ഡോക്ടറോട് ചോദിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. സർ, ഞങ്ങൾ കുട്ടിയെ പരിശോധിക്കുവാണ്. പ്ലീസ് ടേക്ക് കാം ഔട്ട്സൈഡ്. അവർ പരമാവധി ദയനീയമായിട്ടാണ് മനുവിനോട് പറഞ്ഞത്. കാരണം ഹോസ്പിറ്റലിൻ്റെ MD ആണ്. ആളോട് എങ്ങനെയാണ് ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നത്. നോ, അമ്മ ഞാൻ വിളിച്ചാൽ കേൾക്കും. ഞാൻ വിളിക്കാം. സർ, പ്ലീസ് ലെറ്റ് us ഒബ്സർവ്. അത് പറഞ്ഞ് അവരവനെ തടയാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അവൻ ശക്തമായി തന്നെ കുതറി. ആ സമയത്ത് തന്നെ ഉണ്ണി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഏട്ടാ. ഉണ്ണി, ഇവരോട് എന്നെ വിടാൻ പറയും. എനിക്ക് അമ്മുനെ കാണണം. ദേഷ്യമായിരുന്നു അവനിൽ അന്നേരം. മുഖം ആകെ ചുവന്നു വന്നിരുന്നു. സർ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അവർ സിറ്റുവേഷൻ. ആ കുട്ടിയെ ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. സാറിനെ ഒന്ന് അടക്കി നിർത്തൂ പ്ലീസ്.
അപേക്ഷിക്കും പോലെയാണ് ഡോക്ടർ ഉണ്ണിയോടത് പറഞ്ഞത്. ഏട്ടാ, എനിക്ക് അമ്മൂനെ കാണണം. കാണാം, ഏട്ടൻ വന്നേ, ഞാൻ പറയട്ടെ. തീക്കനലിൽ നിൽക്കുന്നത് പോലെയാണ് എങ്കിൽ പോലും ഉണ്ണി മനുവിനെ ഒന്ന് അനുനയിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. ഇല്ല, ഞാൻ അവളെ കാണാതെ അവളോട് സംസാരിക്കാതെ വരില്ല. ഞാൻ കാണട്ടെ അവളെ. മനു ഒട്ടും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ വീണ്ടും ഐസിയുവിൻ്റെ കർട്ടൻ നീക്കാനൊരുങ്ങി. ഏട്ടനൊന്ന് കണ്ടിട്ട് പോകും. അവൻ്റെ അവസ്ഥ കണ്ടതും ഉണ്ണി ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തു. പ്ലീസ് ബി ഫാസ്റ്റ് ഡോക്ടർ, ഇപ്പം തന്നെ ലേറ്റായി. കൊണ്ടുവന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഡോക്ടർ പറയുന്നത് കേട്ടതും ഉണ്ണി കെഞ്ചി എന്ന പോലെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ സമ്മതിച്ചത്. അവൻ അകത്തേക്ക് കയറിയപ്പോൾ കാണുന്നത് അവിടെ ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്ന അവളെയാണ്. നെറ്റിയിൽ മുറിവ് ഡ്രസ്സ് ചെയ്യുകയായിരുന്നു അവരന്നേരം. അമ്മു. അവൻ അവളുടെ അടുത്തേക്ക് വന്നൊന്ന് വിളിച്ചു. അവൾ മിണ്ടുന്നില്ല. വീണ്ടും വീണ്ടും വിളിച്ചു നോക്കി. ഇല്ല, മിണ്ടുന്നില്ല. ഒടുക്കം അവൻ്റെ ശബ്ദം ഉയർന്നു വരുന്നുവെന്ന് കണ്ടതും ഉണ്ണി വന്നൊരു കണക്കിനെന്നോണം അവനെ പുറത്തേക്ക് വിളിച്ചു. ഉണ്ണി, അമ്മു എഴുന്നേക്കുന്നില്ല. ഞാനല്ലേ വിളിച്ചത്. ഞാൻ വിളിച്ച അവൾ അങ്ങനെ കേൾക്കാതിരിക്കില്ല. എന്നിട്ടും എന്താ അവൾ എഴുന്നേക്കാത്തത്? മനു എന്തൊക്കെയോ ചോദിക്കും പോലെ. ഒരു നിമിഷം അത് കണ്ട് ഉണ്ണിയും ഭയന്നു പോയിരുന്നു. ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത തൻ്റെ ഏട്ടൻ്റെ ഭൂതകാലം അവൻ്റെ ഉള്ളിൽ മിഴിവോടെ തെളിഞ്ഞു വന്നു. അതേ ഭയത്തോടെയാണ് അവൻ മനുവിനെ താങ്ങിപ്പിടിച്ച് ഐസിയുവിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഉണ്ണി, എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഐസിയുവിൻ്റെ പുറത്തേക്ക് മനുവും ഉണ്ണിയും ഇറങ്ങി വന്നപ്പോൾ തന്നെ അമ്മ അവരുടെ അടുത്തേക്ക് ഓടി എത്തിക്കൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല അമ്മേ, ഡോക്ടർ ഇപ്പോൾ ചെക്ക് ചെയ്യുവാണ്. ഒന്ന് കാണാൻ. അത് ചോദിക്കുമ്പോൾ എത്രയൊക്കെ വലിയ പ്രശ്നങ്ങളായാലും പതറാതെ നിൽക്കുന്ന അമ്മ ഒന്ന് വിതുമ്പിപ്പോയിരുന്നു. ഇപ്പോൾ പറ്റില്ല അമ്മേ. ഏട്ടൻ തന്നെ ഒരുപാട് അമ്മാളുവിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടാണ് ഡോക്ടർ അകത്തേക്ക് കയറ്റിയത്. ഇനി ആരെയും കയറ്റാൻ അവർ അനുവദിക്കില്ല. എന്നാലും എന്തു പറ്റിയതാണ് എൻ്റെ കുട്ടിക്ക്? രാവിലെ പോലും ഒരു കുഴപ്പമില്ലാതെ പോയതല്ലേ. ഞാൻ പറഞ്ഞത് അമ്മയിന്ന് പോകണ്ടെന്ന് കേട്ടില്ല അവള്. എൻ്റെ കൂടെ ആയാൽ മതിയായിരുന്നു. തളർച്ചയോടെ ഐസിയുവിൻ്റെ മുന്നിലെ ചെയറിലേക്കിരുന്ന് മനു തലയിൽ കൈ താങ്ങിക്കൊണ്ട് പിച്ചും പേയും പറയും കണക്ക് പറഞ്ഞു. ഞാനിപ്പോൾ കുറേ വിളിച്ചത് അമ്മ അവളെ. ഞാൻ വിളിച്ചിട്ട് അവൾ വിളി കേട്ടില്ല. ഉറക്കാണോ? അമ്മ ഒന്ന് പോയി വിളിച്ചു നോക്കുമോ? ഞാൻ നോക്കാം മനു, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ദയനീയമായിട്ടെന്ന പോലെയാണ് ചോദിച്ചത്. ആ ചോദ്യത്തിൽ ആ അമ്മാവനം നല്ല രീതിയിലൊന്ന് പിടഞ്ഞു. എന്താണ് അവനോട് തിരികെ പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടത് എന്നമ്മയ്ക്ക് അറിയില്ലായിരുന്നു. എങ്കിലും അവൻ്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അങ്ങനെയാണ് അമ്മ മറുപടി പറഞ്ഞത്. അമ്മാളുവിൻ്റെ അച്ഛനും അമ്മയും ഇതെല്ലാം കണ്ട് അരികിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. മകളുടെ അവസ്ഥ നേരിൽ കണ്ടതുകൊണ്ട് തന്നെ അവർക്കെങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ലായിരുന്നു. ഒരുതരം മരവിച്ച പോലുള്ള അവസ്ഥയിലായിരുന്നു ഇരുവരും. മനുവിനോട് പോലും ഒന്ന് സംസാരിക്കാനാവുന്നില്ലായിരുന്നു അവർക്ക്. അതിനടുത്തായി തന്നെ കോളേജിൽ നിന്ന് വന്ന 1-2 പേരുണ്ടായിരുന്നു. മാം, ഞങ്ങൾ ആർട്ടിസ്റ്റിക് കോളേജിലെ സ്റ്റാഫാണ്. സംസ്കൃതിയെ ഞങ്ങളാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിൽക്കുന്നതിനിടയിലാണ് മനുവിൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് സംസ്കൃതി പഠിപ്പിക്കുന്ന കോളേജിലെ ഒരു സ്റ്റാഫ് ഇത് പറയുന്നത്. അവരങ്ങനെ പറഞ്ഞതും അമ്മ അവർക്ക് നേരെ തിരിഞ്ഞു. എന്താ ഉണ്ടായതെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെല്ലാവരും കൂടി ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ ഇരിക്കുമായിരുന്നു. അന്നേരം ഫോണുമായിട്ട് സംസ്കൃതി പുറത്തേക്ക് പോകുന്നത് കണ്ടു. അത് കഴിഞ്ഞ് കുറച്ചു നേരത്തേക്ക് ആളെ കണ്ടില്ലായിരുന്നു. പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുട്ടികൾ വന്ന് പറഞ്ഞപ്പോഴാണ് സംസ്കൃതി സ്റ്റെയർ കേസിൻ്റെ അടുത്ത് ബോധമില്ലാതെ വീണ് കിടക്കുവാണെന്ന് അറിഞ്ഞത്. കണ്ട ഉടനെ തന്നെ ആളുടെ പാരൻസിനെയാണ് ഞങ്ങൾ വിളിച്ചറിയിച്ചത്. അവരെത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് ആളെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും സ്റ്റോറീസ് കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് നാളെ തന്നെ വരാം. ബൈ.